ഹലോ, വെൽക്കം ടു Spicegenics. ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു ചേന മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ചേന കുറച്ച് നീളത്തിലുള്ള പീസായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ചേന ചെത്തുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് എണ്ണ പറ്റണം കേട്ടോ. അപ്പോൾ പിന്നെ കൈ ചൊറിയില്ല, ഇല്ലെങ്കിൽ ചിലപ്പം ചിലർക്ക് നല്ല ചൊറിച്ചിലായിരിക്കും ചേന ചെത്തുമ്പോൾ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ മുളകിൻ്റെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടി കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. കുറേ വെള്ളമായി കഴിഞ്ഞാൽ ഇത് വെന്ത് കുഴഞ്ഞു പോകും. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്. ഇപ്പോൾ നമ്മൾ വെള്ളം കുറേ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് ഒരുമാതിരി അങ്ങ് വെന്ത് കുഴഞ്ഞ് അപ്പം പോലെ ആയി പോകും. അപ്പം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ചെറിയ തീയിൽ അടച്ച് വയ്ക്കുമ്പോൾ ഇത് ആ ഒരു ആവിയിൽ വെന്ത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഇതെല്ലാം കൂടി ആ പാത്രത്തിൻ്റെ നടുവിലേക്ക് ഒന്ന് കൂട്ടി വയ്ക്കുക ഇതേപോലെ. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ചേന ജസ്റ്റ് വേവുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേനയൊക്കെ വെന്തിട്ടുണ്ട്. അതേസമയം കുഴഞ്ഞു പോയിട്ടുമില്ല. നമ്മൾ ഒഴിച്ച വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമ്മളിത് ആ സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈസി ആയിട്ട് ചേന 2 പീസായിട്ട് കട്ടാവുന്നുണ്ട്. അതേസമയം കുഴഞ്ഞ് പോകുന്നതുമില്ല. ഇതാണ് പരുവം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വീതിയുള്ള വലിയ പാത്രം എടുക്കണം, എന്നാലേ ഇത് നന്നായിട്ട് നമുക്ക് കുഴഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് മെഴുക്ക് വരട്ടിയെടുക്കാം. ഹൈ ഫ്ലെയിമിലിടരുത്. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് ഒരു കളറൊക്കെ ചേഞ്ച് ആവും, എന്നാൽ ആ ഒരു ടേസ്റ്റ് വരില്ല. എപ്പോഴും നമ്മൾ കുക്ക് ചെയ്യുമ്പോഴും ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ഏത് ഫുഡായാലും അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവുക കേട്ടോ. ഇത് എപ്പോഴും ഇളക്കി കൊടുക്കണമെന്നില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഇതൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മെഴുക്ക് വരട്ടിക്ക്. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്ക് ഇതിൻ്റെ കളറെല്ലാം കണ്ടില്ലേ, ഇതേപോലെ ചേഞ്ചായി ഒരു ബ്രൗൺ ഷെയ്ഡായിട്ട് ഇതെല്ലാം നമുക്ക് ഒരു ക്രിസ്പിനെസ് വരും. ഇതിന് നമ്മൾ ആ ഇളക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു സൗണ്ട് വരും. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മെഴുക്ക് വരട്ടി ഇളക്കി തിന്നാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചേന മെഴുക്ക് വരട്ടി റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.